എന്റെ അമ്മേ, ഇന്നല്ലേ ബോസ് വരുന്ന് പറഞ്ഞേ. ബോസ് വരുന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ എത്തുമായിരിക്കും. ആരാണ്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് മിക്കവാറും യുദ്ധമായിരിക്കും. ഇവിടെ യുദ്ധം എന്തൊക്കെയാ ഉണ്ടാക്കുന്നതെന്ന് ആർക്കറിയാം. ആരെ കിട്ടുന്ന നക്കാപ്പിച്ച് കിട്ടാനാണ് ഞാനിവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. എന്നും ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം എന്തത്ര നിർബന്ധം. എന്താണേലും ഇവിടെ ഗേറ്റിന്റെ ഇവിടെ തന്നെ നിൽക്കാം. ബോസ് എപ്പോഴാണോ വരുന്നത്? ബോസിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ബോസ് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കൂട്ടും എല്ലെണ്ണത്തിനും. എല്ലാ ഗാങ്സ്റ്റേഴ്സും കൂടിയിട്ട് ഇത്തവണ എങ്ങാണ്ട് മീറ്റപ്പ് ഉണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഇത്തവണ എന്താണാവോ ബോസിന്റെ കാര്യം? ബോസ് ഇപ്പൊ തന്നെ എത്തുമായിരിക്കും. എന്റെ അമ്മേ, ബോസിന്റെ ഇപ്പൊ പോയേ. ഇനിയിപ്പോ എന്താണോ കിട്ടാനുള്ളതെല്ലാം അവർക്ക് കിട്ടിക്കോളൂല്ലോ. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാം കാണിച്ചു വെച്ചേക്കുന്നത്? എന്നോടൊക്കെ കുറെ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ശ്രദ്ധിച്ചേക്കണം. ഓരോ വള്ളിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാം കൂടി മാനേജ് ചെയ്യും. ഇപ്പൊ തന്നെ അതും പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ ചാടി വരുന്നുണ്ട്. ഓക്കെ മൈ ടീം, നിങ്ങൾ ഇത്ര പേരല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ വരാൻ പറ്റാത്തതുകൊണ്ട് വന്നിട്ടില്ല. അവരൊക്കെ ഓരോരോ സ്ഥലത്ത് ഓരോ മിഷൻസിന് പോയേക്കുവാണ്. ഓക്കെ, എന്റെ ബോസ്, ഓക്കെ, നിങ്ങളുടെയൊക്കെ മാസ്റ്റർ, ഓക്കെ, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് നമുക്ക് സിറ്റിയിൽ പോയിട്ട് ഒരു വലിയ ഒരു മിഷൻ ചെയ്യാനുണ്ട്. അവിടെ വേറൊരു ഡോൺ, റിക്കി എന്നാണ് ഒരു പേര്, അവരെ നമുക്ക് കീഴടക്കാനുണ്ട്. അവൻ കുറച്ച് നാളായിട്ട് ബോസിനിട്ട് പണിതിട്ടുണ്ട്. ആൻഡ് കുറെ ഗാങ്സ്റ്റേഴ്സിനെ നമുക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കെയർലെസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. കേട്ടല്ലോ? അതുകൊണ്ട് ഇനി മേലെ ഇമാതിരി പരിപാടിയായിട്ട് വന്നേക്കരുത്. കഴിഞ്ഞ വട്ടം കണ്ണി കണ്ടവനെ തല്ലിയിട്ട് ഇപ്പൊ പോലീസുകാർ പിടിക്കാൻ വന്നേ. നിങ്ങൾ സമാധാനം പറയാ, അകത്ത് പോയാ. ഓക്കെ, അതുകൊണ്ട് ഇനി നിങ്ങൾ എല്ലാവരും സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. ഓക്കെ, ഒരുത്തനിട്ട് പണി കൊടുക്കാനോ ഒന്നിനും നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിന്നെയാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് റിക്കീനെ എത്രയും പെട്ടെന്ന് കാണാൻ പോകണം. അതിനായിട്ട് നമുക്ക് ഈ ട്രോപ്പിക്സിൽ നിന്ന് നേരെ സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബോസൊക്കെ അവിടെ സിറ്റിയിൽ അവന് വേണ്ടിയിട്ട് കുറച്ച് ഏജൻസിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഗാങ്സ്റ്റേഴ്സ് കൂട്ടം കൂടിയാലും ആരൊക്കെ എന്തിന് തയ്യാറാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എന്ത് വന്നാലും നമ്മൾ റിക്കീനെ പിടി കൂടിയിട്ടേ പോകത്തുള്ളൂ. കേട്ടല്ലോ? ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു തരും. ബട്ട് അവസാനം ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് റിക്കീനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബോസ് നിങ്ങളെ എല്ലാത്തിനെയും കൊല്ലും. കേട്ടല്ലോ? പറഞ്ഞില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊന്നും ഇനി പറയാൻ നിൽക്കണ്ട അത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സിറ്റിയിലേക്ക് പോവുക, നമ്മുടെ റിക്കീനെ പിടിക്കുക. ആവർത്തിക്കില്ല. നമ്മളിനി ഫുൾ കെയറോടെ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ വർക്കെല്ലാം ചെയ്യുക. നമ്മൾ എന്തായാലും നമ്മുടെ റിക്കി എന്ന് പറയുന്ന ആ ഒരു ആളെ പിടിക്കാൻ പോകുന്നതാണ് ബോസ്. ഓക്കെ, ഇനി നമ്മൾ അലസത്തില്ല ബോസ്. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം ബോസ്. ആൻഡ് റിക്കി എന്ന് പറയുന്ന പോലെ നമ്മൾ ഉറപ്പായിട്ടും പിടിക്കുന്നതായിരിക്കും. ഓക്കെ, സിറ്റിയിലേക്കല്ല ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും ബോസ്. ബട്ട് നമുക്ക് ഇച്ചിരി വണ്ടികൾ വേണം ആൻഡ് ഗൺസ് വേണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും ബോസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. പ്രശ്നമല്ല, നമ്മൾ എന്തായാലും സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ തന്നിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. പറഞ്ഞ പോലെ ഞാൻ എത്തവണത്തേക്ക് ക്ഷമിച്ചു വിടുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ സിറ്റി മാപ്പിലേക്ക് പോകണം. ഞാൻ ഇവിടെ ആയിരിക്കും ഈ താമസിക്കാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിറ്റി മാപ്പിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് എല്ലാവരും ഇപ്പൊ തന്നെ നേരെ അങ്ങോട്ടേക്ക് വിട്ടോ, സിറ്റിയിലേക്ക്. നിങ്ങൾക്ക് വേണ്ട വണ്ടി ഇപ്പൊ ഞാൻ അറേഞ്ച് ചെയ്തുതരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബോസ് ഇപ്പൊ വരും. കടലോ എല്ലാം മര്യാദയ്ക്ക് നിന്നോണം. അവിടെ നിന്ന് കലവില എന്ന് പറയരുത്. ഓക്കെ, ബോസിനെ കാണാനാണ് നമ്മളെല്ലാവരും ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്. ഓക്കെ, ബോസ് ഇപ്പൊ വരും, വെയിറ്റ് ചെയ്യും. നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത്. എല്ലാവരും ഇവിടെ സറൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ചു പേർക്ക് മിഷൻ കൊടുത്തതിനാൽ ചിലവരൊന്നും എത്തിപ്പെട്ടിട്ടില്ല. ഐ നോ. ആൻഡ് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് സിറ്റി വരെ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം സിറ്റിയിൽ നമ്മുടെ ഒരു മെയിൻ ശത്രുവായിട്ട് ഇപ്പോൾ വേറൊരുത്തൻ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് റിക്കി എങ്ങാണ്ടാണ്. ആൻഡ് ഹി ഹാസ് എ ബിഗ് ടീം ഇൻ സിറ്റി. ആൻഡ് അവരെ മൊത്തം തുരത്തിയിട്ട് വേണം നമുക്ക് അവിടെയുള്ള ഒരു മെയിൻ ചിപ്പ് എടുക്കാനായിട്ട്.
ആൻഡ് ആ ചിപ്പിന് വേണ്ടി കുറെ പേര് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ചിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ഓക്കെ, അതിനാൽ എല്ലാ എണ്ണവും ഇതിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് എല്ലാവരും സിറ്റിയിൽ പോയിട്ട് നമ്മുടെ ഈ മിഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒരു തരത്തിലുള്ള അലസതയും നിങ്ങൾ വരുത്താൻ പാടില്ല. ആൻഡ് എങ്ങാനും അലസത വരുത്തി കഴിഞ്ഞാൽ അവരെ തല വെട്ടി നമ്മൾ കൊല്ലുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഓൾ ടീം ഹാസ് ടു ബി സറൗണ്ടഡ് ഹിയർ. ആൻഡ് എല്ലാവരും ഇപ്പൊ തന്നെ സിറ്റിയിലേക്ക് വിടേണ്ടതാണ്. നമുക്ക് അവിടെ ഒരു മെയിൻ മിഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ റിക്കി എന്ന് പറയുന്നവരുടെ വലിയൊരു ടീമാണ്. ആൻഡ് നിങ്ങൾക്ക് വേണ്ട ഗൺസ്, നമ്മുടെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും കാർസും എല്ലാം നിങ്ങൾക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊന്നും വെറീഡ് ആവണ്ട. ആൻഡ് നമ്മൾ ഇവരേനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോകുന്നതായിരിക്കും. വേണ്ട തരത്തിലുള്ള എല്ലാ മോഡൽ വെഹിക്കിൾസും നമുക്ക് അറേഞ്ച് ചെയ്യാം. പ്ലെയിൻ വേണോ, കാർ വേണോ, ജീപ്പ് വേണോ, എന്ത് വേണേലും പറഞ്ഞാൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ ഒരു തരത്തിലുള്ള അലസതയും കാണിക്കരുത്. നമുക്കിപ്പോൾ തന്നെ പോകണം. ആൻഡ് ഞാൻ ഇപ്പം ഇച്ചിരി ബിസിയാണ്, ഞാൻ ഇപ്പം തന്നെ പോവും. ഓക്കെ, ഡ്രൈവറൊന്നും വന്നില്ല എൻ്റെ കൂടെ. പുള്ളിക്കാരന് വയ്യാത്തോണ്ട് ഞാനാണ് കാർ ഓടിച്ച് വന്നത്. ഓക്കെ, ആൻഡ് എനിക്ക് വീട്ടിൽ പോയിട്ട് ഇച്ചിരി പണിയുണ്ട്, അതുകൊണ്ട് ഐ എം ഗോയിങ്. ആൻഡ് നിങ്ങൾ ഇപ്പം തന്നെ സിറ്റിയിലേക്ക് വിടണം. ഞാൻ വരുന്നതായിരിക്കും. സിറ്റിയിൽ നമ്മുടെ കുറേ ടീംസ് ഒക്കെ അവിടെ ഉണ്ടാവും. ആൻഡ് അവരേനൊക്കെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ആൻഡ് അപ്പം ഞാൻ പോയിട്ട് പിന്നീട് വരാം. കോണ്ടാക്ട് ചെയ്തായിരിക്കും. നമ്മളിപ്പോൾ തന്നെ സിറ്റിയിലേക്ക് വിടുന്നതായിരിക്കും. ഒരു തരത്തിലുള്ള അലസതയും നമ്മൾ കാണിക്കില്ല ബോസ്. നമ്മളിപ്പോൾ തന്നെ വിടുകയാണ്. ഓക്കെ ബോസ്, ബൈ ബൈ ബോസ്. ബോസ് സേഫ്റ്റി ആയിട്ട് പോയിട്ട് വരും ബോസ്. അത് പിന്നെ മക്കളെ, നമ്മുടെ സിറ്റിയിലെ റിക്കിയുടെ കയ്യില് ഒരു കല്ലുണ്ട്. ആ കല്ലിന് പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ആ കല്ലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ കഴിയും. അതെടുക്കാനാണ് നമ്മുടെ ഈ സിറ്റിയിലേക്ക് എല്ലാവരും കൂടി വരാൻ തീരുമാനിച്ചത്. കഥ പറയാം. നമ്മുടെ ഈ സിറ്റിയില് അങ്ങനെ റിക്കിയുടെ സ്ഥലത്ത് അവന്റെ ഗ്യാങ് എല്ലാം കൂടി ഒത്തുകൂടി. നമ്മുടെ കുറച്ച് ശത്രുക്കൾ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു സ്റ്റോൺ കട്ടെടുക്കാനായിട്ടാണ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ആൻഡ് നമുക്ക് സെറ്റിൽമെന്റ് നമ്മുടെ മൗണ്ടെയിൻസിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ ഗ്യാങ്ങിലുള്ളവരൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ബോസ്. നമ്മുടെ സ്റ്റോൺ എടുക്കാനായിട്ട് അവര് വന്നുകൊണ്ടിരിക്കുന്നു. അവരെന്തൊക്കെയോ വലിയ പ്ലാനൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നമ്മൾ മറ്റേ കെയർഫുൾ ആവണം എന്നൊക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എനിക്ക് വലിയ ഉറപ്പില്ല ബോസ്. ഓക്കെ, ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ബോസിനോട് വരാൻ പറഞ്ഞത്. അപ്പം ബോസ് എല്ലാവരെയും ബോസിനോട് വരാൻ പറഞ്ഞായിരുന്നു ബോസ്. അവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുവാണോ? സീനില്ല, ഞാൻ നേരിട്ടോളാം. നമുക്ക് ഈ അടിയിടി എന്നൊക്കെ പറയുന്ന ഒരു ക്രൈസലടാ. എന്തായാലും കുറച്ച് നാളായിട്ട് അടിയിടിയൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അതൊന്ന് തിരിച്ചോണാക്കാമല്ലോ നമുക്ക്. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, ആൻഡ് എന്തൊക്കെ ഉണ്ടായാലും നമ്മുടെ സേഫ്റ്റി അണ്ടർഗ്രൗണ്ട് ബേസിലേക്ക് അവരെത്താതെ നോക്കണം. അവിടേക്കൊരു നമ്മുടെ ഒരു 2000 സോൾജേഴ്സിനൊക്കെ അയച്ചു വിട്ടേക്ക്. നമുക്ക് 2000 ഗ്യാങ് മെമ്പേഴ്സിനെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു സേഫ് ആയിക്കോളും. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം. ഓക്കെ, അത് പിന്നെ മക്കള്, റിക്കിയുടെ അണ്ടർഗ്രൗണ്ട് ബേസ് എവിടെയാണെന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ചിലവരൊക്കെ അതിനെക്കുറിച്ച് ക്ലൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും തന്നെ അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതറിഞ്ഞ വിന്റർ ഐലൻഡിലെ ബോസുകൾ എല്ലാരും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മുടെ ബോസ് പറഞ്ഞനുസരിച്ച് നമുക്ക് ഇവിടെ പറഞ്ഞ പോലത്തെ വർക്കുണ്ട്. നമ്മുടെ റിക്കി ഇവിടെ തന്നെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവനെ കൂട്ടണം. ഓക്കെ, നമ്മുടെ ഗ്യാങ്സിനോട് പല പല വേഷത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഒരുമിച്ചിട്ടങ്ങ് കൂട്ടാം. പിന്നെ മറുഭാഗത്ത് നിന്ന് നമ്മുടെ മറ്റൊരു ട്രോപ്പിക് ഐലൻഡ്സിലെ ബോസ് കൂടി എത്തുകയുണ്ടായി.
നമ്മുടെ ബോസ് പറഞ്ഞനുസരിച്ചിട്ട് എല്ലാത്തിനും ഇവിടെ മതയിപ്പിക്കും. ഇവർക്ക് ഇവര് കാരണവശാലും രക്ഷപ്പെടുത്തത്. വിട്ടോട്ട് ആൾക്കാരനോട് ഇറക്കിയിരെ കളയ്ക്കാൻ ട്രോപ്പിക്സ് അവരെ വളഞ്ഞു കഴിഞ്ഞു. പിന്നെ മറ്റു വശത്ത് വിന്റർ ആൾക്കാർ. ഇവർക്കുണ്ടോ നമ്മുടെ ഇതിന്റെ കാര്യം? ഓൾ ബി അലർട്ട്. എല്ലാവരും തന്നെ അതിനാർക്കും തന്നെ അവിടെയുള്ളവർക്ക് സാധിച്ചില്ല. അതൊരു രഹസ്യം പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നു കുറേ നാളുകൾ. പക്ഷേ റിക്കിക്ക് മുകളിലുള്ള മറ്റൊരാൾ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരാളുണ്ട്. റിക്കി അയാൾ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് റിക്കിനേക്കാളും വലിയൊരു ടീമുള്ള ആളാണ്. അതാരാണെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ഞാൻ അറിഞ്ഞതനുസരിച്ചിട്ട് അവൻ ഭീകരൻ. അവൻ്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളി. എന്താ നടന്നേ? നല്ലോണം പോയി തൊലച്ചിട്ട് വന്നേക്കുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞ ബി കെയർഫുൾ ആവണമെന്ന്. ഒറ്റ ഒരുത്തിനും കിട്ടില്ല. ഇനിയിപ്പോ ബോസ് വരുമ്പോ ഞാൻ എന്ത് പറയാനാ? വെറും റിക്കി തന്നെ ആയിപ്പോയി. ഫസ്റ്റ് ടൈം ഒറ്റ ഒരുത്തനെ ഞാൻ എടുത്ത് വിടത്തില്ല. ബോസ് ഇപ്പൊ വരുന്നല്ലേ പറഞ്ഞു. മിക്കവാറും എന്നെ കൊല്ലും. എന്തേലും ആവട്ടെ, നോക്കാം. കാണിച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മുമ്പത്തരങ്ങളിൽ ഇത്ര കോൺഫിഡൻസ് ആണ് ചാടരുത്. നിന്റെ കാര്യം തുടരുന്നു. ഇനി സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അണ്ടർഗ്രൗണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാഗ്യം. ഞാൻ നീ പറയുന്ന അനുസരിച്ചിട്ടുള്ള സോൾജേഴ്സ് എല്ലാവരെയും ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്. പോലീസുകാരുടെ സഹായം വരെ നമുക്കുണ്ട്. ഓക്കെ, ആൻഡ് യു നീഡ് ടു ഹെൽപ്പ്. ഇന്നയാളെ ഇവിടെ വെറുതെ പഴംപൊരിയായിട്ട് ഇരുത്താനല്ല ഇവിടെ വെച്ചേക്കുന്നത്. കേട്ടോടാ, മര്യാദക്കിന് കളി ചെയ്താൽ നിനക്ക് ജീവനോടെ ഇരിക്കാം. കേട്ടോ? എന്റെ മുകളിലും കുറച്ച് ഏജൻസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ? ഞാൻ പറയുന്ന പോലെ ട്രോപ്പിക്സിലേക്കും പിന്നെ ആ ഒരു വിന്റർ ഐലൻഡിലേക്കും നമ്മൾ ഇഷ്ടം പോലെ വേണ്ടത്ര ആൾക്കാരെ അയച്ചോളാം. നമുക്ക് അവിടെ മൊത്തം ഡിസ്ട്രക്ഷൻ ചെയ്യാൻ. ഓക്കെ, ഞാൻ പറയുന്ന പോലെ നീ ചെയ്തോളാം. കേട്ടോ? നിനക്ക് വേണ്ട വണ്ടികളുടെ സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, യു ജസ്റ്റ് ഗോ സ്റ്റുപ്പിഡ്.